മാവേലിക്കര നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ദിവസങ്ങളോളം കുടിവെള്ളം നിലച്ചു. നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ചു. കഴിഞ്ഞ ദിവസം 4 മണിയോടെ ആരംഭിച്ച സമരം 7 മണിയോടെ അവസാനിച്ചു. ടാങ്കറിൽ നഗരസഭയിലെ 28 വാർഡുകളിലും കുടിവെള്ളം എത്തിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ദിവസങ്ങളോളമായി നിലച്ച കുടിവെള്ള വിതരണത്തിന്റെ തടസ്സം പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ചത്. ഇവിടെ നമ്മുടെ ബൂത്ത് പ്രസിഡന്റ് മോൻചേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു. 1975 കമ്മീഷൻ ചെയ്ത പ്ലാന്റാണ്. 1975 എന്ന് പറയുമ്പോൾ 49 വർഷം, അരനൂറ്റാണ്ട് പൂർത്തീകരിക്കാൻ പോകുന്ന ഒരു പ്ലാന്റ്. ഈ അരനൂറ്റാണ്ട് പൂർത്തീകരിക്കാൻ പോകുന്ന പ്ലാന്റിൽ ഇവിടെ വരുമ്പോൾ നമ്മോട് പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാലപ്പഴക്കം ചെന്ന പൈപ്പുകളാണ്, ടാങ്കാണ്, അതുകൊണ്ട് മോട്ടറാണ്, ഇതൊക്കെ കേടുപെടുന്നത് സ്വാഭാവികമാണ് എന്ന്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ വാർഡുകളിൽ ആദ്യഘട്ടത്തിലും തുടർന്ന് മറ്റു വാർഡുകളിലും കുടിവെള്ള വിതരണം ചെയ്യുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. ഓവർഹെഡ് ടാങ്കിൽ നിന്നുമുള്ള ജലവിതരണ പൈപ്പിന് തകരാർ സംഭവിച്ചതാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണമായതെന്നും ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായി അസംസ്കൃത വസ്തുക്കൾ എത്തിക്കാനുണ്ടായ കാലതാമസമാണ് കുടിവെള്ള വിതരണം 4 ദിവസമായി നിലച്ചു പോകാൻ കാരണമെന്നും തകരാർ പരിഹരിച്ച് ഉടൻ തന്നെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. സമരത്തിനിടെ സ്ഥലത്തെത്തിയ നഗരസഭാ കൗൺസിലർ ബിനു വർഗീസ് സമരം ചെയ്യുന്ന പ്രവർത്തകരെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായും ആരോപണമുണ്ട്. ഇത് നേരിയ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര.